ഇനിയും ഖിയാമത്ത് നാളിന് കാലം ഉണ്ടാകുമെന്ന് എങ്ങനെ നിങ്ങൾ പറയുന്നു? എന്ന് മുഹമ്മദ് മുസ്തഫ. ആണാണ് കൊണ്ട് മടിയാക്കും, പെണ്ണ് പെണ്ണ് കൊണ്ട് മടിയാക്കും. ആണിനാണ് മടിയാവും, പെണ്ണിന് പെണ്ണ് മടിയാവും. മലബാറിലെ പെൺകുട്ടികളിൽ 30% പെൺകുട്ടികൾക്കും ഇപ്പോൾ വിവാഹം വേണ്ട. അത് 2030 ആകുമ്പോഴത്തിന് 70% പെൺകുട്ടികൾക്ക് വിവാഹത്തിൽ താല്പര്യമുണ്ടാവും. 2050 എന്നൊരു വർഷം ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ മതം നിരീശ്വരവാദം ആവും എന്നാണ് ഇപ്പോൾ സാമൂഹിക ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് മെൻസസ് ബ്ലഡിന് കപ്പ് വരുന്നത് ഈ അടുത്ത കാലത്താണ്. അതിന്റെ കൂടെ കപ്പാവുമ്പോൾ കൃത്യമായി ശേഖരിക്കാം. എന്തിന്? വലിയൊരു വിൽപ്പന ചരക്കാണ് മെൻസസ് ബ്ലഡ് യൂറോപ്യൻ രാജ്യങ്ങളിൽ. എന്തിനാണ് മെൻസസ് ബ്ലഡ്? എന്തിനാ അറിയോ? എന്തിനാ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? അപ്പൊ ഒരു കുടുംബത്തിന് ചെലവ് ചെയ്യാൻ ആ കുടുംബത്തിൽ 2, 3, 4 പെണ്ണുങ്ങൾ ഉണ്ടാകും. ആരോഗ്യമുള്ള 4 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ചെലവ് ചെയ്യും. എന്തുകൊണ്ട്? എന്തൊരു കൗമാണല്ലോ പഠിച്ചോൻ. എന്റെ മുട്ടേക്ക് നോക്കിയിരിക്കും. ഈ പെണ്ണൊക്കെ മാസത്തിൽ മെൻസസ് ഉണ്ടാവും. ഇത് മാർക്കറ്റിൽ കൊടുത്താൽ ഒരു 4 സിന്ധി പശു ഉണ്ടാവും. നിനക്കാൾ വരുമാനം. ഇത് എന്നെ നോക്കി പഠിപ്പിക്കണം. അത് വരാൻ പോവാണ്. എന്തിനാ മെൻസസ് ബ്ലഡ്? എന്തിനാ അറിയോ? എന്തിനാ? അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറയാം. ഉറക്കെ പറയാം. സിഹർ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു വൻകരയാണ് യൂറോപ്പ്. ലിബറലിസവും സത്യത്തിൽ ഈ സ്വതന്ത്രവാദങ്ങളെല്ലാം, ഈ മതനിഷേധമായ സ്വതന്ത്രവാദങ്ങളെല്ലാം വലിയ ആപത്തിലേക്ക് നീങ്ങും എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടും. അത് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹക്കായ മാർഗത്തിൽ നിൽക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഏത് പ്രതിസന്ധിയിലും യോജിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ പ്രവർത്തകന്മാർ തയ്യാറാകണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നത്. വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. ഒരു പ്രബോധനത്തിന് കഴിയാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആലോചിച്ചു പോകുന്നത്, ഒരു 10, 15 ഇന്ന് കേരളത്തിൽ ഒരു സിനിമ വലിയ ചർച്ചയാണ്. എന്താ സിനിമയുടെ ഇതിവൃത്തം? സിനിമ എന്ന നിലയിൽ ഞാനത് ചർച്ച ചെയ്യല്ല. ഒരു സിനിമ ഇന്ന് മലയാളക്കരയിൽ വലിയ ചർച്ചയാണ്. ആ സിനിമയെ വലിയ പർവ്വതീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടിട്ടുള്ള എത്ര മുസ്ലിം യുവതി യുവാക്കളുണ്ട്. ഒരു 10, 15 കൊല്ലം മുമ്പാണെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ കേരളത്തിൽ ഇറങ്ങൂല. മനുഷ്യർക്ക് വന്ന മാറ്റത്രയാണ്. ഇനിയും ഖിയാമത്ത് നാളിന് കാലം ഉണ്ടാകുമെന്ന് എങ്ങനെ നിങ്ങൾ പറയുന്നു? എന്ന് മുഹമ്മദ് മുസ്തഫ. ആണാണ് കൊണ്ട് മടിയാക്കും, പെണ്ണ് പെണ്ണ് കൊണ്ട് മടിയാക്കും. ആണിനാണ് മടിയാവും, പെണ്ണിന് പെണ്ണ് മടിയാവും. മലബാറിലെ പെൺകുട്ടികളിൽ 30% പെൺകുട്ടികൾക്കും ഇപ്പോൾ വിവാഹം വേണ്ട. അത് 2030 ആകുമ്പോഴത്തിന് 70% പെൺകുട്ടികൾക്ക് വിവാഹത്തിൽ താല്പര്യമുണ്ടാവും. 2050 എന്നൊരു വർഷം ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ മതം നിരീശ്വരവാദം ആവും എന്നാണ് ഇപ്പോൾ സാമൂഹിക ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 2050 എന്നൊരു കൊല്ലമുണ്ടെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ മതം നിരീശ്വരവാദമായിരിക്കുമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ തന്നെ കണ്ടു. നിങ്ങൾ ചിന്തിക്കുകയെ നമ്മളൊക്കെ അംഗീകരിക്കും. ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളും അതിശക്തമായി എതിർത്ത ഒരു കാര്യമാണ്. ബൈബിളിൽ അതിനെതിരെ അധ്യായമുണ്ട്. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. ഇത്തരം ആളുകൾക്കെതിരെയുള്ള രേഖകളില്ലാത്തൊരു മതഗ്രന്ഥമില്ല. ഖുർആൻ അത് അതിനിശ്ചിതമായി വിമർശിച്ചു. ലോകം മുഴുവനും അതിനെ നിഷേധിച്ചു, വിമർശിച്ചു. ലോകത്തൊരുപാട് കാലത്ത് അല്ലാഹുവിന്റെ ഇടപെടലുണ്ടായി ഇതിനെതിരായി. യൂറോപ്പിൽ ബോംബി ഉണ്ടായി. ഏതൻസിൽ ഒരു കാലത്ത് മാനവ സംസ്കാരത്തിന്റെ വിളനിലം എന്ന് പറയപ്പെടുന്ന ഒരു കാലത്താണ് ബോംബിയിൽ അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. മനുഷ്യർ കല്ലായി മാറിയതിന്റെ അവശിഷ്ടം ഇന്നും യൂറോപ്പിലുണ്ട്. അങ്ങനെ തന്നെ അല്ലാഹു ഏഷ്യയിലും ഇടപെട്ടു, യൂറോപ്പിലും ഇടപെട്ടു. ഇന്ന് നമുക്കിടയിൽ ആ കാര്യം രംഗത്ത് വന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ തലേ ദിവസം ആണുങ്ങളെ കൊണ്ട് മതിയാക്കും, പെണ്ണുങ്ങളെ കൊണ്ട് മതിയാവും. പെണ്ണിന് ജീവിത പങ്കാളിയായി പെണ്ണ് മതിയാവും, ആണിന് ജീവിത പങ്കാളിയായി ആണ് മതിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെയാണ് ഇനിയുള്ള കാലഘട്ടം. പക്ഷെ നമ്മൾ അതിശക്തമായി പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവുമ്പോൾ 100 ഷഹീദിന്റെ പണി ഉണ്ടാവുന്ന മനസ്സിലാവേണ്ടത്. من أحيا سنتي عند فساد أمتي فله أجر 100 شهيد.
ഒരു കാലത്ത് ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. എന്തുകൊണ്ട്? 100 ഷഹീദിന്റെ പണി ഉണ്ടാവും. 100 ഷഹീദിന്റെ പണി ഉണ്ടായാലേ 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. فيكون فيهم مثل أبي بكر وعمر ഹബീബായ മുഹമ്മദ് മുസ്തഫ അവര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അടക്കമുള്ള പ്രതിഫലം അവർക്കുണ്ടാകുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇനി നടമാടാൻ പോകുന്ന കാലഘട്ടമാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും അല്ലാഹുവിന്റെ ദീനിന്റെ ഹക്കായ പ്രചാരണത്തിന് നിയമപരമായി രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ആ നിയമത്തെ വെല്ലുവിളിക്കാതെ മാന്യമായി പ്രവർത്തിക്കാനും പ്രബോധനം ചെയ്യാനും പ്രവർത്തകന്മാർ തയ്യാറാകണം. ഒരാൾ തന്റെ വീട്ടിലെ മക്കളോട് ഉപദേശിക്കണം. ഓരോരുത്തരും മക്കളോട് ഉപദേശിക്കണം. എല്ലാവരും മക്കളെ കൂടിയിരുത്തി ഒരു ഞായറാഴ്ച വാപ്പാക്ക് മക്കളെ കിട്ടുകയാണെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മക്കളെ, യൂറോപ്യൻ സിവിലൈസേഷന്റെ പിന്നാലെ ഓടരുത്. യൂറോപ്യനാൽ ഒരു പിശാചിന്റെ നാടാണ്. യൂറോപ്പ എന്നത് തന്നെ ഒരു പിശാചിന്റെ പേരാ. യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ ഈ അടുത്ത കാലത്ത് ഞാൻ എതിർത്തപ്പോൾ വലിയ പുലിവാലികൾ ചില ആളുകൾ ഉണ്ടാക്കി. ഞാൻ യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ എതിർക്കുകയല്ല. യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കാതെ യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ സ്വീകരിച്ചാൽ വലിയ ദുരന്തം മുസ്ലിമീങ്ങൾ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ അടയാളങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മതപണ്ഡിതന്മാരിൽ വരെ പ്രത്യക്ഷമായി തുടങ്ങി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ദുരന്തം. യൂറോപ്യൻ എന്ന പേരിൽ, ഏഷ്യ എന്ന പേരിൽ ഒരു പിശാചില്ല. അതേ സമയത്ത് യൂറോപ്യൻ എന്നൊരു പിശാചിന്റെ പേരാണ്. യൂറോപ്പ ഒരു പിശാചിന്റെ പേരാ. ഒരു പിശാചിന്റെ പേരിൽ ഒരു രാജ്യം, ഒരു വലിയ വൻകര നിലവിൽ വന്നതാ. പിശാചിനെ ആരാധിക്കുന്നവരാ യൂറോപ്യന്മാർ എന്നും. ഞാൻ ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഇനി നമ്മുടെ നാട്ടിൽ സുലഭമാകാൻ പോകുന്ന ഒരു എന്താ പറയാ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു കച്ചവട ചരക്കിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്ത് 2 വാക്ക് നേരം വൈകിയോ? അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റുകളിൽ മെൻസസ് ബ്ലഡ് വിൽക്കൽ സാർവത്രികമാകുമെന്ന് 2-3 ആഴ്ച ഒരു പ്രസംഗം എത്തി ഞാൻ പറഞ്ഞിരുന്നു. ചില ആളുകൾ അതിന്മേൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾക്ക് സ്കോട്ട്ലൻഡിലാണ് ജോലി, അയാൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞു. നേരിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. യൂറോപ്പിൽ എന്നോ വിൽക്കുന്ന വിൽപ്പന ചരക്കാണ് എന്ത്? മെൻസസ് ബ്ലഡ്. ഏറ്റവും മാർക്കറ്റിംഗ് വരും, വലിയ മാർക്കറ്റ് വരും മെൻസസ് ബ്ലഡിന്. ഇപ്പോൾ മെൻസസ് ബ്ലഡിനെ ശേഖരിച്ച് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാവുന്ന തരം ആധുനിക ശാസ്ത്ര സംവിധാനത്തിൽ കൊണ്ടുവന്നു. ഇപ്പൊ ചതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല. പഴയ കാലത്ത് മെൻസസിന് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് തുണിക്കഷ്ണങ്ങളാണ്. പിൽക്കാലത്ത് പാഡുകളാണ്. ഇപ്പോൾ കപ്പുകളാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് മെൻസസ് ബ്ലഡിന് കപ്പ് വരുന്നത് ഈ അടുത്ത കാലത്താണ്. നിങ്ങളുടെ കൂടെ ഇല്ലേ? കപ്പാവുമ്പോൾ കൃത്യമായി ശേഖരിക്കാം. എന്തിന്? വലിയൊരു വിൽപ്പന ചരക്കാണ് മെൻസസ് ബ്ലഡ് യൂറോപ്യൻ രാജ്യങ്ങളിൽ. എന്തിനാണത്? മെൻസസ് ബ്ലഡ് എന്തിനാ അറിയോ? എന്തിനാ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? അപ്പൊ ഒരു കുടുംബത്തിന് ചെലവ് ചെയ്യാൻ ആ കുടുംബത്തിൽ 2, 3, 4 പെണ്ണുങ്ങൾ ഉണ്ടായി. ആരോഗ്യമുള്ള 4 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ചെലവ് കഴിഞ്ഞു. എന്തുകൊണ്ട്? എന്തൊരു കൗമാണല്ലോ പഠിച്ചോൻ. എന്റെ മോട്ടേക്ക് നോക്കി. ഈ പെണ്ണൊക്കെ മാസത്തിൽ മെൻസസ് ഉണ്ടാവും. ഇത് മാർക്കറ്റ് കൊടുത്താൽ ഒരു 4 സിന്ധി പശു ഉണ്ടാവുന്നതിനേക്കാൾ വരുമാനം ഉണ്ട്. ഇതെന്നെ നോക്കി പിടിപ്പിക്കണം. അത് വരാൻ പോവാണ്. എന്തിനാ മെൻസസ് ബ്ലഡ്? എന്തിനാ അറിയോ? എന്തിനാ? അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറയാം. ഉറക്കെ പറയാം. സിഹർ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു വൻകരയാണ് യൂറോപ്പ്. നിങ്ങൾക്ക് എന്നെ വെടിവെച്ചൊല്ലാം. ഞാൻ പറയാനുള്ളത് പറയും. ഞാൻ പഠിച്ചു പറയാണ്. ലോകത്ത് എന്തുകൊണ്ടാണ് സിഹറിന് ഇത്ര പ്രചാരം കിട്ടാൻ കാരണം അതറിയോ? സയ്യിദു സഹറത്ത് വരാനായി. ആരാ സയ്യിദു സഹറത്ത്? സാഹിരികളുടെ നേതാവാരാ? ദജ്ജാൽ. ഞാനിവിടെ നല്ല ഇറങ്ങിയാൽ പറഞ്ഞു, നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? നിങ്ങളൊന്ന് ചിന്തിക്കും മനുഷ്യന്മാർ. ഇനി ഇവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഭയാനകമാണ്. മനസ്സിലായില്ലേ? മെൻസസ് ബ്ലഡിനെ വിൽക്കപ്പെടും മാർക്കറ്റുകളിൽ. ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും സുലഭമായി വിൽക്കപ്പെടുന്ന ഒരു സാധനമാണ് മെൻസസ് ബ്ലഡ്. സൂപ്പർ മാർക്കറ്റിൽ വിതരണം ചെയ്യുന്നത്. എന്തിന്? സിഹറിന്.
കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ഇവിടെ നടക്കും, സുലഭമായി നടക്കും. എന്തുകൊണ്ട് ദജ്ജാൽ വരാനായി? അയാളാരാ? സയ്യിദ് സഹറ, സാരിങ്ങളുടെ നേതാവ്. ഗ്രാമത്തല്ലല്ലോ. മേഘത്തോട് വർഷിക്കുക എന്ന് പറഞ്ഞാൽ മേഘം വർഷിക്കും. എന്തുകൊണ്ട്? സിഹ്ർ. ഭൂമിയിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് നിന്റെ ഉള്ളിലുള്ള നിധി ശേഖരങ്ങൾ പുറത്തെടുക്കുന്ന പറഞ്ഞാൽ നിധി പുറത്തേക്ക് വരും. എന്തുകൊണ്ട്? സിഹ്ർ കൊണ്ട്. ഇത് കാണിക്കും. ആളെ മരിപ്പിക്കും, മരിച്ചവനെ ജീവിപ്പിക്കും. എന്തുകൊണ്ട്? പറ, എന്തുകൊണ്ട്? സിഹ്ർ കൊണ്ട്. അയാൾ സയ്യിദ് സഹറ. അപ്പോൾ ഇനി ഇവിടെ കാലഘട്ടം വരാൻ പോവാണ്. എന്തിന്റെ? സിഹ്റിന്റെ. സിഹ്ർ ഒളിപ്പിച്ച് കടത്തിയതാണ്. 10,000 കൊല്ലത്തിന്റെ ചരിത്രമുണ്ട് സിഹ്റിന്റെ ചരിത്രം. ആർക്ക്? യൂറോപ്പിന്. ആ യൂറോപ്യൻ വിദ്യാഭ്യാസം നമ്മൾ വാരി വലിച്ചു തിന്നുമ്പോൾ ആലോചിക്കണം. ഇതൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിന്തിക്ക്. ഒരു നാട്ടിൽ നിന്ന് സാധനം വരുമ്പോൾ ആലോചിക്കണം. ഒരു ഹോട്ടലിനെ നമ്മൾ കണ്ടാൽ ആ ഹോട്ടൽ ഇന്ന ആളുടേതാണ്, അവനൊരു അക്കും പാത്തില്ല, നമ്മുടെ കേരള അപ്പുറത്തേക്ക്. അങ്ങനെ തന്നെയല്ലേ? എന്തുകൊണ്ട്? അവൻ നമ്മളെ ചതിച്ചാലോ ഡൗട്ട് അല്ലേ? എന്തുകൊണ്ട്? അവന് പരമ്പരാഗതമായി അക്കും പാത്തില്ലാത്ത തറവാട്ടുകാരാണ് അവര് ഹോട്ടലിൽ കയറിയാൽ ചിലപ്പോൾ പഴയത് ചൂടാക്കി തരും. പേടിയല്ലേ? ഇതുപോലെ തന്നെയാണ് യൂറോപ്യൻ വിദ്യാഭ്യാസം. ഇന്ന് വരുന്നത് കോമൺ എഡ്യൂക്കേഷൻ അല്ല, യൂറോപ്യൻ എഡ്യൂക്കേഷൻ ആണ്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് നമ്മളെ മേൽ അധികാരം നേടി. അത് നമ്മളെ മൂല്യമാറ്റ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആത്മീയമായ യഥാർത്ഥമായ തെർബിയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരിൽ യൂറോപ്പ് വളരുകയും ആത്മീയ തകരുകയും ചെയ്യും. അതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം. ഇന്ന മേൽ കൊഞ്ഞനെ കുത്തിയിട്ട് കാര്യമില്ല. വലിയ ദുരന്തം വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു കാലഘട്ടം വന്നു. ഒരേ സമയത്ത് ബിദ്അത്തിനോട് യുദ്ധം ചെയ്യണം, അതേ സമയത്ത് യൂറോപ്പിനോട് യുദ്ധം ചെയ്യണം. യൂറോപ്പ് നമ്മളെ കൂടെ വന്നു കഴിഞ്ഞു. നമ്മൾ വന്നു കഴിഞ്ഞു. ചിന്തിക്കും. യൂറോപ്യൻ തൊലാഖിനെ പറ്റി ചില ചർച്ച കേരളത്തിലും ഇന്ത്യയിലും നടന്നപ്പോൾ ചാനലുകാർ വന്നിട്ട് മുസ്ലിം പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്തു. അതിനനുസരിച്ച് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായിട്ട് മുഴുവനും സംസാരിച്ചതാരാ? മുസ്ലിം പെൺകുട്ടികൾ. ആണിനും പെണ്ണിനും തുല്യമായി സമ്പത്ത് വീതിക്കണം എന്ന വിഷയത്തിൽ ചർച്ച വന്നപ്പോൾ ചാനലുകാർ മുസ്ലിം പെൺകുട്ടികളെ കണ്ടു. ഈ മുസ്ലിം പെൺകുട്ടികൾ മുഴുവൻ പ്രതികരിച്ചു. എന്ത്? അതൊക്കെ 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രാകൃത നിയമമാണ്. ഇപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് ശരീഅത്ത് ഉടച്ചു വാർക്കണം. മുസ്ലിം പെൺകുട്ടികള് എന്തുകൊണ്ട് അവര് മദീനയേക്കാൾ അവര് വിഴുങ്ങിയത് എന്തിനെയാണ്? യൂറോപ്പിനെയാണ്. ഇതാണ് പ്രശ്നം. ഇത് നമ്മൾ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ്. വിദ്യാർത്ഥിനോട് എല്ലാം നമ്മൾ സമരം ചെയ്യും. വലിയ ദുരന്തം വരാൻ പോവാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പേടിക്കൊന്നു വേണ്ട. എന്തുകൊണ്ട് പേടിക്കൊന്നു വേണ്ട? എന്തുകൊണ്ട്? നമ്മൾ ധൈര്യമായി നിലകൊള്ളണം. നമ്മൾ ധൈര്യമായി നിലകൊള്ളണം. നമ്മളെ മക്കൾ നമ്മുടേതാക്കാൻ ശ്രമിച്ചിട്ട് ആകുന്നില്ലെങ്കിൽ നമ്മുടേതാക്കേണ്ട എന്നും നമുക്ക് വിചാരിക്കാം. അങ്ങനെയും വരും. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പള്ള നിറച്ചിട്ട് പെണ്ണുങ്ങൾ ആശുപത്രിക്കാണ് പോയിട്ട് പിന്നെ ഒരു കുട്ടിയും കൊണ്ടുവന്ന് വന്നാൽ നമ്മളതാന്നാ. അങ്ങനെ വിചാരിക്കണ്ട. അത് പിന്നെ നമ്മളതാകണം. നിങ്ങളിൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നാൽ ഞാൻ അവസാനിപ്പിക്കാം. 5 മിനിറ്റ് നിങ്ങളിൻ്റെ കൂടെ അല്ലേ? ഇപ്പം നമ്മളെ കുട്ടീനെ ഇപ്പം നമ്മളെന്തിനാ പറയാ? നമ്മളെ പെണ്ണുങ്ങളെ പള്ള പൊങ്ങി വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചി കുത്തി. പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ജനുവരി 9-ാം തീയതി വന്ന് അഡ്മിറ്റ് ആയിക്കളി 10-ാം തീയതി പ്രസവം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു അല്ലേ? എന്ന് പറയും മനുഷ്യന്മാരെ. നമ്മൾ തമ്മിൽ വിരോധമൊന്നും ഇല്ലല്ലോ പറഞ്ഞാൽ. അങ്ങനെ 9-ാം തീയതി പോയി അഡ്മിറ്റ് ആക്കി. 10-ാം തീയതി പ്രസവിച്ചു. 11-ാം തീയതി പ്രസവിച്ചു. മരുന്ന് വെച്ചു. കീറി കുട്ടിയിട്ടു. ബാങ്ക് കൊടുത്തു. ഇക്കാമത്ത് കൊടുത്തു. അൽഹംദുലില്ലാ മുട്ടായി കൊടുത്തു. 3-ാം ദിവസം ആശുപത്രിയിൽ നിന്ന് വെട്ടി നമ്മളെ പരി കൊണ്ടുവന്ന് വെക്കണോടുകൂടി നമ്മൾ ഉറപ്പിച്ചു ഇത് നമ്മളെ കുട്ടിയാണ്. സംഗതി നമ്മളെ കുട്ടിയാണ്. പക്ഷേ നമ്മളെ കുട്ടിയെന്ന് ഉറപ്പിക്കണ്ട. ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് എന്ന് അല്ലാഹു തആല നൂഹ് നബിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് അതിൻ്റെ അർത്ഥം അത് എൻ്റെ കുട്ടിയല്ല നൂഹേ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആരോട്? നൂഹ് നബിയോട്. അതിൻ്റെ അർത്ഥം നൂഹ് നബിയുടെ ഭാര്യമായി വ്യഭിചരിച്ചു എന്നല്ല. മാസനത്തിൻ നബിയ്യൻ ഖത്തു
ചരിത്രത്തിൽ ഒരു നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ അർത്ഥം ഇത് ആരാന്റെ ബീജം നൂഹ് നബിയുടെ ഭാര്യയുടെ പള്ളേ കയറിയെന്നല്ല. നൂഹ് നബിയുടെ മതകീയ സംസ്കാരത്തെ സ്വീകരിച്ചവൻ മാത്രമേ യഥാർത്ഥത്തിൽ നൂഹ് നബിയുടെ മകൻ ആകൂ. അങ്ങനെയാണ്. എന്താ അങ്ങനെയാണോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക്. നിങ്ങളൊന്ന് അങ്ങനെ തന്നെയാണ്. അതന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? വലിയ ആളല്ലേ പഠിച്ചോനെ. എന്റെ കുടുംബത്തിനെ കൊല്ലൂല എന്ന് പറഞ്ഞിട്ട് ഈ തൂഫാനിൽ ഇട്ടിട്ട് എന്റെ കുട്ടിനെ കൊന്നിനെ പഠിച്ചോനെ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു പിന്നെ പറയുന്നത് നിനക്ക് വിവരമില്ലാത്തതിനോട് വിളമ്പരുത്. പോലെ എന്നോട് സംസാരിക്കരുത്. ആര് പറയാ? അല്ലാഹു പറയാ. ആരോട് പറയാ? ഏത് നൂഹ് നബി? ശൈഖുൽ അംബിയ ആയ നൂഹ് നബിയോട് പറഞ്ഞു, എന്റെ പെണ്ണുങ്ങളെ പള്ള പൊന്തിയിട്ട് പുറത്ത് ചാടിയതൊക്കെ എന്റെ കുട്ടിയെന്ന് വിചാരിക്കണ്ട നൂഹേ. ആ ജാതി ഭർത്താൻ എന്നോട് പറഞ്ഞ ഞാൻ ഇനി അയലുക്ക ഞാൻ തന്നെ ഉപദേശിക്കാം. അന്തക്കുനമിനൽ ജാഹിലി, ജാഹിലികളെ കൂട്ടത്തിൽ കൂടി എന്നോട് മിണ്ടരുത്. മനസ്സിലായോ? നമ്മുടെ സംസ്കാരം സ്വീകരിച്ചവരാണ് നമ്മുടെ മക്കൾ. ഇനി നമ്മളെ രാവിലെ മുഅ്മിനായ ആൾ വൈകുന്നേരം സർവ്വസാധാരണവും. അതൊക്കെ നിങ്ങൾ പഠിക്കണ്ട. ഓനോട് ഒഴിവാക്ക്. കുറെ പറഞ്ഞു നോക്ക. ചിലത് നന്നാവൂല. എല്ലാം കൂടെ നന്നാവൂ. പരിമനുഷ്യന്മാര് നന്നാവൂല. ഇത് റസൂലുള്ളാഹിന്റെ പൊര. ഈ ചുമരിന്റെ അപ്പുറത്ത് അബൂലഹബിന്റെ പൊര 13 കൊല്ലം അപ്പുറത്തും പാർത്തു. നട്ടപ്പാതിരൊക്കെ റസൂലുള്ളാഹി ഖുർആൻ ഓടുന്നത് ഇയാളെ പൊരയൊക്കെ കേൾക്കും. ഈ പൊരയിലാണ് 82 സൂറത്ത് ഇറങ്ങിയത്. തൊട്ടപ്പുറത്തായി ഒന്ന് പറയും മനുഷ്യന്മാരെ. ചില ആളുകൾ പറയാൻ കേട്ടിട്ടുണ്ട്, ഉസ്താദേ നമുക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച എത്ര നന്നായിരുന്നു. ഞാൻ പറയലുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച് കാഫിറാകുന്നേക്കാൾ നല്ലത് ഇന്നത്തെ കാലത്ത് ഈ ആവറേജിൽ പോയി കിട്ടല. 82 സൂറത്ത് സയ്യിദുനാ ജിബ്രീൽ ഇറക്കി കൊടുത്ത പൊരയുടെ ഒരു ചുമര് അപ്പുറത്തെ അബൂജഹല് അബൂലഹബ് 13 കൊല്ലം ജീവിച്ച് നന്നായോ? എന്നിട്ടാ സൂറത്ത് തുടങ്ങി ഈ സൂറത്ത് ഇറങ്ങുമ്പോഴെങ്കിലും പടച്ചോനെ തോൽപ്പിക്കാൻ വരായിരുന്നു. ഞാൻ നന്നാവില്ല എന്ന് പടച്ചോൻ പറഞ്ഞു. എന്നാ ഞാൻ നന്നാവുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ നന്നാവില്ല എന്ന് പടച്ചോൻ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ നന്നാകാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു. അബൂജഹൽ ലഹബ് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ ഖുർആൻ തോച്ചില്ലേ? ചൊല്ലിയോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. അബൂലഹബിന്റെ കൈകൾ നശിച്ചോട്ടെ. ഓ നന്നാവൂല. നന്നാവൂല. ഞങ്ങളാരാ നന്നാവൂലാണ്? എന്നാ എനിക്ക് ഒന്നാണല്ലോ ഞാൻ നന്നാവൂല എന്ന് പറയാം. ഞാൻ അങ്ങനെ പറയാൻ തോന്നിയാക്ക് ഇല്ല. നന്നാവാത്തവൻ നന്നാവൂല. നന്നാവൂല. എല്ലാരും നന്നാവൂല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. എല്ലാരെയും പെടുത്തട്ടെ. ഇനി ഒരാളെ പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത് ബേജാറാവണ്ട. അള്ളാന്റെ തഖ്ദീറിൽ ഓനില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ കണ്ടതിനെ മുഴുവനും പേറണ്ട. ഒക്കെ ഓർത്തോളി. ഇനിയുള്ള കാലഘട്ടം ഭയാനകമാണ്. സൂക്ഷിച്ച് ജീവിക്കണം. ഒരു കൂട്ടത്തിൽ കൂടുമ്പോൾ ആലോചിക്കണം. വളരെ ചിന്തിക്കണം. ഒരു കൂട്ടത്തിൽ കൂടുമ്പോൾ ആലോചിക്കണം. നമ്മൾ ഈ കുപ്പായം കൊടുക്കുന്ന ബുക്കുകളുണ്ട്. ഹാങ്കറും അല്ല, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം അങ്ങനെ അമർത്തിയാൽ അവിടെ കൊണ്ട് കുപ്പായം കൊടുത്തു. അങ്ങനെയാണ് ഇനിയൊക്കെ എല്ലാ കൂട്ടത്തിലും കൂടേണ്ടത്. പറ്റൂല എന്നുണ്ടാൽ ആ ഉക്ക അവിടെ നിന്ന് അപ്പുറത്തോട്ടണം. ഈ 1.5 മാസം മുമ്പ് ഒരു പ്രഗത്ഭനായ മുസ്ലിം പണ്ഡിതൻ ലോകത്ത് ഫത്വ ഇറക്കിയിട്ടുണ്ട്, ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം അയാളെ രാജ്യത്തിന് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ട്. അപ്പോൾ ഈ പണ്ഡിതനിലൂടെ ആ രാജ്യം ജനങ്ങളെ സ്വാധീനിച്ചു. അപ്പോൾ പണ്ഡിതന്റെ അഭിപ്രായമല്ലേ പറയണേ? ആരുടെ അഭിപ്രായമാണ്? രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ അഭിപ്രായം. ഇയാളെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ നരകത്തിൽ പോകും. അല്ലാഹു കാക്കട്ടെ. അതാ ഞാൻ പറഞ്ഞു, ഒക്കിനും പോലെ കണ്ടാൽ മതി. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില റബ്ബറിന്റെ ഉക്കുകൾ ഇങ്ങനെ കൊണ്ടുപോയാണ്ട് പഴച്ചുമരിൽ കൊണ്ട് ഇങ്ങനെ കുത്തും.
ഇല്ലേ? ഒന്ന് കൂടിത്തരും മനുഷ്യന്മാരെ. എന്നിട്ട് അവിടെ പിന്നെ ആണി അടിക്കൊന്നും വേണ്ട, ഇങ്ങനെ കൊണ്ട് അവിടെ കുളത്ത് വെത്തും. പിന്നെ എന്ത് ചെയ്യും? അവിടുന്ന് പറ്റൂലെങ്കിൽ അവിടുന്ന് എടുത്തിട്ട് അങ്ങേ ചുമ വരുമ്പോ കുത്തും. മനസ്സിലാണ്ട് പറഞ്ഞത്, അവിടെ കൊണ്ട് അങ്ങനെയാണ് കുത്തരുത്. നമ്മൾ നോക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. കണ്ടതിൽ മുഴുവനും കൊണ്ട് തല വെച്ച് പോകണ്ട. നമുക്കിവിടെ ഒരു ദീനുണ്ട്, മഹാന്മാര് കാണിച്ചൊരു മാർഗമുണ്ട്. ആ മാർഗത്തിനെ അവലംബിച്ച് മുന്നോട്ട് പോവുക. കണ്ടതിന് പിന്നാലെ പോകണ്ട. ഇനി പലരും മനുഷ്യനെ കാഫറാക്കും. ഇത് ശൈഖന്മാര് കാഫറാക്കും, ത്വരീഖത്തേര് കാഫറാക്കും, ബിദഅത്തേര് കാഫറാക്കും. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? വളരെ ശ്രദ്ധിക്കണം. ഇനി ത്വരീഖത്തേര് മനുഷ്യന്മാരെ പേപ്പിക്കണ കാലാണ് വരാൻ പോണത്. ത്വരീഖത്തേര് മനുഷ്യന്മാരെ പേപ്പിക്കണം. എന്തുകൊണ്ട്? ചില ദിക്ർ കണ്ടാൽ മനുഷ്യന്മാർ വഞ്ചിതരാവും, അതിന്റെ പിന്നാലെ പോകും, കറാമത്തുകൾ കാണിക്കും. ഒരാൾ വായുവിൽ പറക്കുന്നത് കണ്ടാലും അവനെ പിൻപറ്റരുത്, അവന് ശരിയാത്തില്ല. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. നീ കള്ളത്തൊരീക്കത്തുകാരെ അധികരിക്കും, കള്ളശേഖന്മാര് അധികരിക്കും. നിസ്കരിച്ചാൽ മനുഷ്യനെ പേപ്പിക്കുന്നവരുണ്ടാവും, നിസ്കരിക്കാതെ മനുഷ്യന്മാരെ പേപ്പിക്കുന്നവരുണ്ടാവും. രണ്ടുണ്ടാവും. നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ കൂടിയ ചിലപ്പോൾ പേക്കും, നിസ്കരിക്കാത്തവരെ കൂട്ടത്തിൽ കൂടിയ ചിലപ്പോൾ പേക്കും. വളരെ സൂക്ഷിക്കണം ഇനിയുള്ള കാലഘട്ടം. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ, യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. ഒരു ഭാര്യക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. നല്ലൊരു വലിയക്കാരൻ, നല്ല വലിയക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല വലിയക്കാരൻ പ്രേമിച്ചു. കുറച്ചാണ് പിന്നെ നിസ്കാരം നിർത്തി. എന്തുകൊണ്ട്? ഓക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല, ഓൾ നിരീശ്വരവാദിയായി. അപ്പോൾ ഈ നല്ല തറവാട്ടനായ ഈ വലിയക്കാരൻ എന്തായി? ഒരു കാലം വരും, സൽമാൻ ഫാരിസി റളിയല്ലാഹു സമിഅതു മിൻ റസൂലില്ലാഹ് യകൂനു ഫീ ആഖിർ സമാൻ. ആഖിർ സമാൻ ആയി കഴിഞ്ഞാൽ ഒരാളെ സ്വന്തം കാമുകിയും ഭാര്യയും കൊണ്ട് എവിടെ കിടും? നരകത്തിൽ കിടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ആ ഹദീസ് ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസ് എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഒരാളെ ഭാര്യ നരകത്തിൽ, ഭർത്താവിനെ കാമുകി നരകത്തിലെത്തിക്കും, കാമുകനെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. വഅലമാര് നരകത്തിലെത്തിക്കും. ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം. നരകത്തിന്റെ വാതിൽക്കൽ വഅലമാര് വരും. ഫമൻ അതാഅഹു ഖദഫൂഹു ഫിഹാ. ആരെങ്കിലും ഫമൻ അതാഅഹും ഖദഫൂഹു ഫിഹാ, ആരെങ്കിലും അവർക്ക് വഴിപ്പെട്ടാൽ അവർ കൊണ്ടുപോയി ഇവനെ നരകത്തിൽ. ഈ ഹദീസ് നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു ഖാല, ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. എനിക്ക് ഹദീസിന്റെ ഇജാസത്ത് എഴുതി തരാൻ വേണ്ടി മുഹദ്ദിസായ മഹാൻ എന്റേത് ബുഖാരിയിലെ ഹദീസിന്റെ സനദ് എഴുതി തരാൻ. അപ്പോൾ ഹദീസ് മറിച്ചിട്ട് ഈ ഹദീസ് എടുത്തു, എന്നിട്ട് എനിക്ക് ഹദീസിന്റെ ഇജാസത്ത് എഴുതി തരാൻ ബുഖാരി ഈ കിതാബ് ഓതാനും ഓതിക്കൊടുക്കാനും നിനക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു എന്ന സമ്മതം തരുന്നതിന് വേണ്ടി ഹദീസ് മറിച്ചപ്പോൾ കിട്ടിയ ഹദീസ് ഇതാ എന്റെ വീട്ടിലുണ്ട്. എനിക്ക് ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ മുഹദ്ദിസ് എനിക്ക് ബുഖാരിയിൽ ഹദീസിന് സമ്മതം തരുമ്പോൾ ഈ ഹദീസ് ഓതി തന്നു. നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹ് ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ നരകത്തിന്റെ വാതിൽക്കൽ വഅലമാർ വരും. ഫമൻ അജാബഹും ഖദഫൂഹു ഫിഹാ. ആരെങ്കിലും അവർക്ക് വഴിപ്പെട്ടാൽ ഈ വഅലമാർ ഇവനെ നരകത്തിലിടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവർക്ക് പറ അല്ലാഹ്, അതിനൊക്കെ എത്ര ഉദാഹരണങ്ങൾ. അത് പറഞ്ഞ് മുഴുവൻ പറഞ്ഞ ഞങ്ങൾ പോലും ഇവിടുന്ന് പേണിട്ടു. പേടിയായിട്ട് ഞാൻ പറയാതിരിക്കാം. ഈ വയലെങ്കിലും നല്ല എനിക്ക് പിരിയണല്ലോ എന്ന് വിചാരിച്ചു പറയാം. വയലന്മാർ നരകത്തിലേക്ക് ജനങ്ങളെ എത്തിക്കും എന്ന് നിങ്ങൾ കാരക്കുന്നിൽ വെച്ച് പറഞ്ഞല്ലോ. അതെന്താണ് നിങ്ങൾ എന്നോട് ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഇതിന്റെ ഒക്കെ പുറത്ത് ഇഷ്ടം പോലെ നിങ്ങൾ ഒറ്റക്ക് ഒരു ചോദിക്കും. എന്താ പരസ്യമായി പറഞ്ഞാൽ അത് മനുഷ്യരിപ്പോ മനസ്സിലാവില്ല. ഒരു കാര്യം മനസ്സിലാകാതെ പറയാൻ പാടില്ല, പക്ഷെ നടക്കും. فمن أجابهم قذفوه فيها. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വലിയ ദുരന്തം വരാൻ പോവാണ്. ദുരന്തം ചതിയാണ്. 2100 കലണ്ടർ ഇറങ്ങുമോ ഭൂമിയിൽ എന്നോടൊരാൾ സ്വകാര്യമായി ചോദിച്ചാൽ ഞാൻ പറയുക സാധ്യത കുറവാണ് എന്നാണ്. സാധ്യത കുറവാണ്. അതിനർത്ഥം
അർത്ഥം സാധ്യത കുറവാണ്. 2100 മുമ്പ് ലോകാവസാനം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും എനിക്കറിയില്ല. എന്നാൽ സാധ്യത ഉണ്ട്. ഒക്കെ സ്പിരിച്വൽ മീനിങ്ങിൽ പറഞ്ഞിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു ഫിസിക്കൽ മീനിങ് ഇല്ല എന്നല്ല. ഉദാഹരണം പറയാം, ലോകാവസാനം വരുമ്പോൾ ദുഹാൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഫിസിക്കൽ ദുഹാൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് വാദമില്ല, ഞാൻ നിഷേധിക്കണില്ല. പക്ഷേ സ്പിരിച്വൽ ദുഹാൻ റസൂൽ കാര്യമായി ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ദുഹാൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം, ദുഹാൻ എന്താണ് എന്താർത്ഥം? അല്ലേ? അങ്ങനെ തന്നെ അല്ലേ പറയും മനുഷ്യന്മാരെ? ഒരു കാര്യം തിരിച്ചറിയാത്ത അവസ്ഥക്ക് നിങ്ങൾ എന്താ പറയാ? ആകെ ഒരു പുകമറ. ഇപ്പൊ ശരിയില്ലല്ലോ. എന്താ വിധിയ? ഒരാളങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? നല്ല നീണ്ട താടി, നീളം കുപ്പായം, എപ്പോഴും എന്താ പറയണേ? ഓന്റെ കാഴ്ചയിലും നല്ല മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇവൻ നിങ്ങൾ നരകത്തിലേക്ക് ക്ഷണിക്കുമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അറിയില്ല, തിരിച്ചറിയില്ല. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ 2 കൂട്ടരാണ്. എല്ലാ മാലിലും ഒരു 97% ആളുകൾ നല്ലവരും, ഒരു 3% കാരാക്കൂസുകളും ഉണ്ട്. എന്നാലും അതിൽ ചുരുക്കുണ്ട്. എന്ത് പറയും മനുഷ്യന്മാരെ? ഒരു 97% നല്ലവരും ഉണ്ടാവും, ഒരു 3% പള്ളിയിൽ മദർസിലൊന്നും കൂടാതെ ജുമാക്കൊന്നും വരാതെ പിന്നെ പെരുന്നാ പള്ളിക്ക് മാത്രം വരും, സുന്നത്തായ പള്ളിക്ക്. മനസ്സിലല്ലേ? എന്നാലും അൽഹംദുലില്ലാ ഒരു നല്ലൊരു കൂട്ടത്തിൽ കൂടാതിരിക്കലും അൽഹംദുലില്ലാ. ഒരു മരിച്ച സ്വർഗം കിട്ടാൻ നമുക്ക് ദ്വാരക്കാം. എന്നാലും നമ്മൾ ഇപ്പൊ ഒരു ഉപകാരം വഴി നമുക്ക് ചെയ്തു. എന്തുകൊണ്ട്? എന്തൊരു കൗമാണ് ഇവര്. രാത്രി കള്ളു കുടിക്കൂല, ഇവര് പലിശക്ക് കൊടുക്കൂല, വാങ്ങൂല. ഇവര് അങ്ങനത്തെ ബാങ്കും കാര്യം ഒന്നും ഇവർക്ക് ബന്ധമില്ല. നിങ്ങളിന്റെ കൂടെ അല്ലേ? അപ്പൊ ഇവര് ഈ 97% കള്ളും കുടിക്കൂല, നല്ല പലിശ അല്ല, ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യില്ല. 3% കള്ളുകൂടിയുണ്ട്, സിനിമക്ക് പോവും, കള്ളുടിക്കും, പലിശക്ക് പൈസ കൊടുക്കും, വാങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒരു 3 കാരാക്കൂസ് കമ്പനി. ഇവർക്ക് വേണ്ടി പഠിച്ച പോലക്ക് സ്വർഗം കൊടുക്കട്ടെ എന്ന് ദ്വാരക്കി മനുഷ്യന്മാരെ. എന്തെങ്കിലും മൂത്തുപോയി പേടിപ്പിക്കണേ? ആ 3% അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വാരക്കി മനുഷ്യന്മാരെ. എന്തുകൊണ്ട്? അവര് നമുക്കൊരു ഉപകാരം ചെയ്തെന്നു. എന്ത്? അവര് നല്ലൊരു കൂട്ടത്തില് ചേർന്നില്ല. അപ്പൊ നമുക്ക് നല്ലവരെയും മോശപ്പെട്ടവരെയും വേറിട്ട് മനസ്സിലായി. ഇന്ന് നല്ലവരെന്നെയാണ് മോശപ്പെട്ടവർ തന്നെയാണ് നല്ലവര്. ഇന്നെന്താ ദിവസം? ഞായർ, ഇന്നലെ ശനി, മിഞ്ഞാന്ന് വെള്ളി. വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഖുർആനിൽ ദിവ്യാനുരാഗ പ്രകീർത്തനം എന്നൊരു പ്രഭാഷണം. അപ്പൊ അറിയാലോ, അല്ല 220ാമത്തെ പ്രഭാഷണം മിഞ്ഞാന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിൽ ഇറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നു. എന്നോട് പറഞ്ഞു, സാറേ ഒരു രഹസ്യം ഞങ്ങളോട് പറയാണ്ട്, ഇനിയിപ്പോ പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളോട് പറയാണ്ട്. എന്തേന്ന് ചോദിച്ചു. എനിക്ക് ചില പള്ളി ഇമാമിങ്ങളെ അറിയും, അവർ നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞു. പള്ളിയിലെ ഇമാമ് ഖത്തീബന്മാർ നിരീശ്വരവാദിയാണ്. എനിക്കറിയാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വയലിൽ കേൾക്കുന്നു നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് തോന്നിയിരുന്നു? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതെ. പക്ഷെ ഇത് വ്യക്തമായി പറയാം. അല്ല, അസ്കറിന്റെ വാദം മാത്രമല്ല, ഞങ്ങൾ കാര്യം പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സൊസൈറ്റി എത്തിപ്പോവുക. ഒരു പണിയെടുക്കും, അവരെ കൽബിൽ ആരില്ല. അല്ലാഹ് വിശ്വാസമല്ല. ഒരു പഠിച്ച തൊഴിലാണ്, അപ്പോൾ കുത്തുപോടും. ഒരു അല്ലാഹ് വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗം നിൽക്കെ പറയാം. ഇതൊരാൾ ഓടി വന്നിട്ട് നമ്മളോട് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ആളെ ഞാൻ അറിയും, നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എനിക്കറിയാം ചില പള്ളി ഇമാമിങ്ങൾ, നിരീശ്വരവാദികളായ പള്ളി ഇമാമികളെ എനിക്കറിയാം. അപ്പൊ ഇവര് ആ മഹലിൽ തുടർന്ന് നിസ്കരിക്കണം. ആരെ തുടരുക? കാഫിറിനെ. ഖതീബാര കാഫിർ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പള്ളി കമ്മിറ്റിയിൽ കാഫിറുകൾ എനിക്കറിയാം. നിങ്ങൾ എന്തിനാ പേടിച്ചിരിക്കണേ? നിങ്ങൾ ചിരിക്കല്ലേ, ഇത് ചിരിക്കേണ്ട വേളാണോ? الرجل مؤمنا ويمسي كافرا يمسي مؤمنا ويصبح كافرا. രാവിലെ മുഅ്മിനായാൽ വൈകുന്നേരം കാഫിറാവും, വൈകുന്നേരം മുഅ്മിനായാൽ രാവിലെ കാഫിറാവും. ഇതൊക്കെ ഇനിയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് അല്ലാഹുവിനെ വേണോ വേണ്ടേ?
നമുക്ക് റബ്ബിനെ വേണോ വേണ്ടേ? നമുക്ക് മുഅ്മിനായി ജീവിക്കണ്ടേ? നമുക്ക് മുഅ്മിനായി മരിക്കണ്ടേ? ഇനി സിറാത്തൽ ലദീന അത് അഹ്ലു സുന്നത്തുൽ ജമാഅ മാർഗത്തിൽ പോവുക. ആ വഴിയിൽ ഇങ്ങനെ പോവുക, ഒറ്റ പൂക്കർ പോവുക. എന്താ കണ്ണിയെത്തിയത് അത് നമ്മളും ചെയ്യുക. എന്താ ശംസുല്ലമ ചെയ്തത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതന്നെ അവർ ഉറച്ചത്. എന്താ ബാഫൊക്കെ തങ്ങൾ പൂക്കത്തങ്ങൾ ചെയ്യുക. അവരൊക്കെ മേശന്റെ താല് പോലത്തെ സാധനങ്ങളാണ് ഈ നാലാളും. മലയാളക്കരയ്ക്ക് 20-ാം നൂറ്റാണ്ടിൽ അള്ളാഹു തന്ന മാണിക്കക്കല്ലുകളാ 4 മനുഷ്യന്മാർ, 2 സയ്യിദന്മാരും 2 അലിമീങ്ങളും. ബാക്കിയുള്ളവരൊക്കെ അല്ലായിരുന്നു. അതിന്റെ പുറമെ ഇവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ഉമ്മത്തിനെ സ്വാധീനിച്ച നേതാക്കന്മാരാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? മനസ്സിലായി എന്താണ് ബാഫൊക്കെ തങ്ങൾ ചെയ്തത്? ചെയ്യുക. എന്താ പൂക്കത്തങ്ങൾ അവൻ ചെയ്യുക. അതിന്റെ ഒറിജിനാലിറ്റി ഒപ്പം നിന്ന് കൊടുക്കുക. അതിൽ ഒരു ചതി നമ്മൾ ചതിക്കണ്ട. ആര് ചതിച്ചാൽ നമ്മൾ പേടിക്കണ്ട, നമ്മൾ ചതിക്കാൻ നടക്കണ്ട. നമ്മൾ അതിന്റെ ഒറിജിനാലിറ്റിനൊപ്പം പോവാ. മനസ്സിലായില്ലേ? മലയാളക്കരക്ക് അല്ലാഹു ഒരു 4 ഈ 4 എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിർറ. വേദം 4, ഏടുകളും 4, ഇമാമിങ്ങളും 4, ഖുലഫാക്കൾ 4, അഖ്താബ് 4. 4 അല്ലാഹുവിന്റെ രഹസ്യ. അല്ലാഹു എന്നതിലെ ഹർഫുകൾ 4. മനസ്സിലായില്ലേ? അല്ലാഹു എന്നതിലെ ഹർഫുകൾ 4. മുഹമ്മദ് എന്ന ഇസ്മ ഖുർആനിൽ പറഞ്ഞത് 4. പിന്നെ റസൂലുള്ളാഹിക്ക് ഒരു വേറൊരു പേരുള്ളത് അഹ്മദ, അതിലെ ഹർഫുകളും 4. റസൂലുള്ളാഹിനെ പറ്റി ഒമനെ പേര് പറഞ്ഞ റഹ്മത്ത, അതിലെ അക്ഷരം ഇങ്ങോട്ട് പറയും മനുഷ്യന്മാരെ. 4 അല്ലാഹുവിന്റെ രഹസ്യ. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. എന്ത് പറയാൻ വേണ്ടി നമ്മൾ പിന്നാലിന്റെ കാര്യം പറഞ്ഞ് ഇത് കാര്യം പറയാനാണ്. അതെ, നമുക്ക് 4 ആളെ അല്ലാഹു തആല തന്നു. മേശയുടെ കാല് പോലെ 2 ആലിമീങ്ങൾ, 2 സയ്യിദന്മാർ. പോവന്നെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പട് പോവാ. പിന്നെ അപ്പുറത്തെ നമ്മൾ അവരാരാവരും മഹാന്മാരാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിറകുടികളായി ഒന്ന് നിന്ന് മുന്നിരുന്ന ആളുകളാ. അവരെപ്പെടുവന്നെ. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക. അഹ്ലുസ് സുന്നയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടായാലും അത് ദീനിനെ ബാധിക്കരുത്. ദീനെന്തായാലും രാഷ്ട്രീയത്തിൽ യോജിക്കുക എന്ന ഇന്നത്തെ മുദ്രാവാക്യം ദജ്ജാലിയൻ മുദ്രാവാക്യമാണ്. അത് ദജ്ജാലിന്റെ മുദ്രാവാക്യമാണ്. അത് മുഅ്മിനിന്റെ മുദ്രാവാക്യമല്ല. മുഅ്മിൻ എന്താ പറയേണ്ടത്? രാഷ്ട്രീയ താല്പര്യങ്ങൾ ഓരോരുത്തർക്ക് എന്തായാലും ദീനിനെതിരാകരുതേ ഉള്ളൂ. മതം ഒന്നാവുക, ഇസ്ലാമിന്റെ അടിത്തറയിൽ ഒന്നായി നിലകൊള്ളുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ അടിത്തറയിൽ ഓരോരുത്തരും നിലകൊള്ളണമെന്ന് വളരെ താഴ്മയോടുകൂടെ പറഞ്ഞുകൊണ്ടും ചില പ്രഭാഷണങ്ങൾ നടത്തുന്നത് ചില പഠനങ്ങൾക്ക് ശേഷമാണ്. ഞാൻ യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞത് വലിയ ഒരു പഠനത്തിന് ശേഷം പറഞ്ഞത്. അതിൽ തന്നെ 10% പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു പഠനം വരുമ്പോഴത്തേനും ആരും പൊളയരുത്. അതെന്തിനാണ്? ചില കാര്യങ്ങൾ നമ്മൾ ഉമ്മത്ത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില പഠനങ്ങൾ നടത്തുന്നത്. ഒരു പഠനം നടത്തുക എന്നാണ് ജീവൻ പണയം പെടുത്തിയിട്ടാണ് ചില പഠനങ്ങളൊക്കെ നടത്തുന്നത്. അതിന്റെ പിന്നെ നിങ്ങൾ പറയുമ്പോഴത്തിന് ചൂടാകും ചെയ്ത എന്ത് ചെയ്യും? അത് നിങ്ങൾ ചെയ്യരുത്. ഒരു പഠനം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട, നിരുത്സാഹപ്പെടുത്തരുത്. അത് എങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ അപ്പൊ ഇന്നൊരു പുതിയ രീതിയിലാണ് പറഞ്ഞു തന്നത്. എന്താ രീതി? ബഹുമാനപ്പെട്ട ഖുലഫാക്കളിൽ 2 ശൈലി കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയവും മുഅദ് റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയവും 2ആണ്. എന്നാൽ മതം ഒന്നാണ്. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. മനസ്സിലായില്ലേ? അതന്നെ അവർ 2ആളും ഹബീബായ റസൂലുള്ളാഹിന്റെ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം കുടിച്ച് ദീനം മാറ്റും. അതാരെ പരിപാടിയാണ്? അവർ 2ആളും മന്ദിരിച്ച് ഊതി കൊടുത്തു. ഏറ്റവും കൂടുതൽ പിഞ്ഞാണ എഴുതി കൊടുത്തിരുന്ന ആള് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയ. അതായത് പ്രസവിക്കാൻ നേരം വൈകിയാൽ എന്ത് ചെയ്യും? പിഞ്ഞാണമെയ്തലിന്റെ ചരിത്രത്തിലെ ഉപജ്ഞാതാവ് സയ്യിദുനാ അലിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ്യയുടെ ഫത്വാവയിൽ. മനസ്സിലായില്ലേ പറഞ്ഞത്? രാഷ്ട്രീയം 2, പക്ഷേ ഇസ്ലാം 1. 2ആളും വെള്ളം മതിരിക്കും, 2ആളും പിന്നാണ് എഴുതി കൊടുക്കും. 2ആളും റസൂലുള്ളാഹിയുടെ ജുബ്ബ വെള്ളത്തിൽ മുക്കിയിട്ട് അതുകൊണ്ട് ശിഫ എടുക്കുമ്പോൾ രോഗം മാറും. 2ആളും റസൂലുള്ളാഹിയുടെ ആസാർ ഹക്കായ ആസാർ കൊണ്ട് ബർക്കത്തെടുക്കും.
അപ്പോൾ രാഷ്ട്രീയ കാഴ്ചപ്പാട് രണ്ടാണ്. പക്ഷേ ദീനൊന്നാണ്. പുതിയ മുദ്രാവാക്യം തെറ്റാണ്. ദീനിൽ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അതൊക്കെ സാരല്ല, രാഷ്ട്രീയം ഒരുപോലെ നിൽക്കുക എന്ന വാക്ക് തെറ്റാണ്. ആ അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. ഹക്കായ മാർഗത്തിൽ, അഹ്ലുസ് സുന്ന എന്ന ഹക്കായ മാർഗത്തിൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹ്ദി ഇമാം വരുന്നത് വരെ ഉള്ള തബ്ലീഗും വഹാബിയും ജമാഅത്തും മാത്രമേ മുസ്ലിം ലോകത്തുണ്ടാകൂ. അത് കഴിഞ്ഞാൽ എല്ലാം ആദ്യം എതിർത്താലും പിന്നെ അവരൊക്കെ മഹ്ദി ഇമാമിന്റെ മാർഗത്തിലേക്ക് വരും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മഹ്ദി ഇമാമിന്റെ ദീന് ബഹുമാനപ്പെട്ട ഹക്കായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ്. ആ ദീനനുസരിച്ചാണ് അവർ ഉമ്മത്തിനെ നയിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു ആ മഹാന്മാരുടെ പിന്നിൽ അണിനിൽക്കാൻ നമുക്കോ നമ്മുടെ പിൻഗാമികൾ അവർക്കോ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ദജ്ജാലിനെ പിൻപറ്റുന്ന കൂട്ടത്തിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ